ഉത്രാടപ്പാച്ചിൽ അതെ, എന്താണ്? പണ്ടായിരുന്നു ഉത്രാടപ്പാച്ചിൽ. ഇപ്പം പാച്ചിൽ എന്നും ഉണ്ട്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങളുടെയാണ്. അതെ, നമ്മളത് എപ്പോഴും എടുത്തു പറയുന്ന ഒരു അതെ, അതെ, കാര്യമാണ്. അതെ, അതെ, അതെ. ഉത്രാടപ്പാച്ചിലാണ്. അതെ, അതെ, അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ് പണ്ടുള്ള ആൾക്കാർക്ക്. അതെ, അതെ. കാര്യം അയ്യോ നാളെ ഓണമാണ്, പിന്നെ അതുപോലെ ഉത്രാടത്തിന്റെ അന്ന് വിളക്ക് എത്തിക്കുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാ ശരി. വീടുകളിലും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഉത്രാടത്തിന്റെ അന്ന് വൈകിട്ട് വിളക്ക് കത്തിച്ചാല് പിറ്റേ ദിവസം തിരുവോണത്തിന് സദ്യ കഴിഞ്ഞിട്ടേ നമ്മളത് അണയ്ക്കാറുള്ളൂ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അത് അങ്ങനെയാണ് ശരി, അത് ശരി. ഞങ്ങള്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് എൻ്റെ അമ്മ എഴുന്നേറ്റ് പോയി നോക്കും വിളക്ക് അണയാൻ കിടാവിളക്ക് പോലെ പാടില്ല. സൂക്ഷിക്കും. അണയാൻ പാടില്ല. അതെ. അതായത് നമ്മള് വരവേൽക്കാണ്. അപ്പം നമ്മൾ വൈകുന്നേരം വിളക്ക് കത്തിച്ച് നമ്മൾ കാത്തിരിക്കുവാണ് അതെ, അത്രയും സന്തോഷത്തോടെ മാവേലി മന്നൻ വരാൻ. വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടായി നമ്മൾ ആ വിളക്ക് അണയ്ക്കാറുള്ളൂ. അണയ്ക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള ഓരോ ഗ്രാമത്തിനും, നമ്മുടെ കേരളം ഇത്ര ഒരു കൊച്ചു കേരളമാണെങ്കിലും അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് പാറശാല ഇന്നും തൊട്ട് ഞങ്ങള് അങ്ങനെയാണ്. കാസർഗോഡ് വരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും വ്യത്യാസമാണ്. അറിയാമോ? അതെ, പല പല കൊച്ചു വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണ കാര്യങ്ങളിൽ. അതെ, ഭക്ഷണ കാര്യം എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? നല്ല ഇവിടുത്തേതല്ല അവിടെ.